നമസ്കാരം. 2025 PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്ക് വളരെ മികച്ച ഒരു വർഷം തന്നെയാണ്. നമുക്ക് ഈ വർഷത്തെ വാരഫലത്തിലോട്ട് പോകാം. അത്തം ചിത്തിര ചോതി നക്ഷത്രക്കാർക്ക് സമയം വളരെ മോശമാണ്. നിങ്ങൾ എക്സാം ഹാളിൽ എത്തുക വളരെ ക്ലിഷ്ടകരമാണ്. അതിയായ ദുർഘടമായ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കേണ്ടി വരും. കഴിവതും നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്താൻ ശ്രമിക്കുക. അനിഴം തൃക്കേട്ട മൂലം നക്ഷത്രക്കാർക്ക് ജോലി കിട്ടാത്തതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് ഡിലീഷൻ തന്നെയായിരിക്കും. അതുകൊണ്ട് ഒരു അന്തിമ ഉത്തരസൂചിക വരാതെ നിങ്ങൾ യാതൊരു കാരണവശാലും പ്രതീക്ഷ കൊടുക്കരുത്. പിന്നീട് നിങ്ങൾ വളരെയധികം ദുഃഖവും ഇണ്ടലമൊക്കെ അനുഭവിക്കേണ്ടി വരും. ഒട്ടും പ്രതീക്ഷ കൊടുക്കരുത്. ഹലോ, ഒരു കോളർ കണക്ട് ആയിട്ടുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ സ്വാമി, എന്റെ പേര് ഷാജി എന്നാണ് സ്വാമി. പറയൂ സ്വാമി. എന്റെ മകൻ ഒരുപാട് നാളായിട്ട് PSC പഠിക്കുകയാണ് സ്വാമി. ഇതുവരെ ഒരു ജോലി ആയില്ല. ലിസ്റ്റിലൊക്കെ വരുന്നുണ്ട് സ്വാമി. മകന്റെ പേരെന്താണ്? മകന്റെ പേര് അബി. ഓക്കെ, അബിക്ക് ജോലി കിട്ടാത്തതിന്റെ കാരണം അബിയുടെ നാളെ ഏതാണ്? അബിയുടെ നാളെ ഭരണി. അബി ഭരണി, അത്തം ചിത്തിര ഭരണി. ക്ലിഷ്ടകരമായ ഒരു വർഷം തന്നെയാണ് 2025. സ്വാമി, ഒരു പരിഹാരം എന്ന് പറയുമ്പോൾ ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. നമ്മളെ പട്ടത്തുള്ള തുളസി മന്ദിരത്തിൽ പോവുക, ഒരു 3 പ്രാവശ്യം ശയന പ്രതിഷ്ഠ നടത്തുക, ഒരു ഡിലീഷൻ രഹിത പൂജ അങ്ങ് ചെയ്യാം. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അതികഠിനമായ വർഷമായിരിക്കും അബിക്ക്. 2025 വളരെ ഒരു മികച്ച വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പഠിക്കുന്നവർ പഠിക്കുക, തുടർന്നും പഠിക്കുക, പഠിച്ചൊരു ലിസ്റ്റിലെത്തുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. ശുഭദിനം.